ആസ്ട്രോ ഹീലിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കുള്ള ഡിവൈൻ ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ ഒരു സ്പ്രെഡ്. ഇവിടെ ജഡ്ജ്മെൻറ്റ് കാണിക്കുന്നത് ഡിവൈൻ നിങ്ങളുടെ കൂടെയുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വശത്താണ്, നിങ്ങളുടെ എഗെയിൻസ്റ്റ് അല്ല, നിങ്ങൾക്ക് എതിരെ അല്ല എന്നുള്ളതാണ്. ഡിവൈൻ എനർജി നിങ്ങളെ വേദനിപ്പിക്കാനല്ല ആഗ്രഹിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ അല്ലെങ്കിൽ വെല്ലുവിളികളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അത് നിങ്ങൾക്കുള്ള ഓരോ പാഠങ്ങളാണ് നൽകുന്നത്. നമ്മളെ വേദനിപ്പിക്കുന്നതിനോ വിഷമിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ ദ്രോഹിക്കുന്നതിനോ വേണ്ടിയിട്ടല്ല. നമ്മൾ ഏറ്റവും അധികം നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ, അവർ നിങ്ങൾ തെറ്റുകൾ കാണിക്കുമ്പോൾ വഴക്ക് പറയാറുണ്ടല്ലേ? പക്ഷെ അവർ വഴക്ക് പറയുന്നത് പോലും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലേ? അതുപോലെയാണ് ഇവിടെ യൂണിവേഴ്സും. നിങ്ങളുടെ കയ്യിൽ നിന്നും എന്തെങ്കിലുമൊക്കെ തട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ, യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് തട്ടിയെടുക്കുന്നത്. നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. നിങ്ങളിപ്പോൾ ഉള്ള സാഹചര്യം എന്താണെങ്കിലും നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഞാൻ ഇന്നും ഒരു കേടുപാടും കൂടാതെ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ യൂണിവേഴ്സിന് നന്ദി പറയണം. നിങ്ങൾ പുറകിലോട്ടൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ എത്രത്തോളം പവർഫുൾ ആണെന്ന്, എത്രത്തോളം കടമ്പകൾ കടന്നാണ് നിങ്ങളിപ്പോഴുള്ള ആ ഒരു സ്റ്റേജിലെത്തിയതെന്ന്. അതിനുള്ള പവർ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? എന്തിന് ഇത് സംഭവിച്ചു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ നടക്കാൻ പാടില്ലാത്ത കാര്യം എൻ്റെ ലൈഫിൽ നടന്നു? ഇങ്ങനെയൊക്കെ ചിന്തിച്ച് സ്റ്റക്കായിരിക്കുന്ന ഒരുപാട് വ്യക്തികളുടെ എനർജി എനിക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങളിങ്ങനെ ചിന്തിച്ചിരുന്നത് കൊണ്ട് ഒരു പ്രയോജനമില്ല. ആ ഒരു സ്റ്റക്കായിട്ടുള്ള ആ ഒരു സ്റ്റേജിൽ തന്നെ നിങ്ങളുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ നന്മകൾ വരണമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് വരണമെങ്കിൽ നിങ്ങൾ ആ സ്റ്റേജിൽ നിന്നും എഴുന്നേൽറ്റിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ആരും വന്ന് നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ പോകുന്നില്ല. നിങ്ങൾ തന്നെ സ്വയം വിചാരിച്ച് എഴുന്നേൽക്കണം. ശരിയാണ്, കൺഫ്യൂഷൻ ഉണ്ടാകാം, അത് സ്വാഭാവികമാണ്. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൺഫ്യൂഷനോ ഇങ്ങനെ ഒരു ഡിപ്രസീവ് സ്റ്റേജിലോട്ട് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ വിഷമങ്ങളെല്ലാം യൂണിവേഴ്സിൻ്റെ കയ്യിലോട്ടങ്ങ് ഏൽപ്പിക്കുക. നമ്മുടെ പണ്ട് നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും വഴക്ക് പറഞ്ഞോളൂ, നമുക്ക് എന്തെങ്കിലും ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോഴോ നമ്മുടെ മാതാവിനോടോ പിതാവിനോടോ ഒക്കെ പോയി പറയാറില്ലേ? അമ്മയോടോ അച്ഛനോടൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ച് ആശ്വാസം കിട്ടും. നമ്മൾ അവരെ ഏൽപ്പിച്ച് കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ അത് മറന്നു തന്നെ പോകും പിന്നീട്, അല്ലേ? അതുപോലെ തന്നെയാണ്, നമുക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ദുഃഖം ഉണ്ടെങ്കിലും നമ്മൾ നമ്മുടെ ആ ഒരു യൂണിവേഴ്സിൽ, ഹയർ പവറിൽ, നിങ്ങളുടെ ആ ഒരു ഹെവൻലി ഫാദറിലോ ഹെവൻലി മദറിലോ ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളത് ഓർക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളൊരു കുഞ്ഞിനെ പോലെയാണ്. നിങ്ങളൊരു കുഞ്ഞിനെ പോലെ ചിന്തിക്കണം. കാരണം ഞാൻ എൻ്റെ അമ്മയുടെയിലോ എൻ്റെ അച്ഛൻ്റെയിലോ അല്ലെങ്കിൽ ഞാൻ എത്രയധികം വിശ്വസിക്കുന്ന സ്നേഹിക്കുന്ന വ്യക്തിയുടെയിൽ കൊടുത്തു കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ച് ഞാൻ ബോധറാവേണ്ട ആവശ്യമില്ല. എനിക്ക് വേണ്ടി കാര്യങ്ങൾ അവർ ചെയ്യും. എന്തുകൊണ്ടാണ് നമ്മൾ പണ്ടൊക്കെ നമ്മുടെ പാരൻസിനോട് പറഞ്ഞു കഴിഞ്ഞ് നമുക്കൊരു റിലീഫ് കിട്ടുന്നത്? കാരണം നമ്മൾ അത്രയധികം വിശ്വസിക്കുന്ന വ്യക്തികളാണ് അവർ. നമ്മളെ അത്രയധികം സ്നേഹിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ നമുക്ക് അവരിലേക്ക് കൊടുക്കുമ്പോൾ പിന്നെ നമുക്ക് ആ ഒരു ടെൻഷനില്ല. നമ്മളത് മറന്ന് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ നോക്കാൻ തുടങ്ങും. അതുപോലെ തന്നെയാണ് ഇവിടെയും നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത്, യൂണിവേഴ്സിൻ്റെ കയ്യിൽ കൊടുക്കുക. നിങ്ങളുടെ വിഷമം അത് എന്ത് തന്നെയായാലും കൊടുക്കുക, വിശ്വസിക്കുക. ഞാൻ നിൻ്റെ അമ്മയും അച്ഛനെയും പോലെയൊക്കെ തന്നെയാണ്, നീ എൻ്റെ കയ്യിൽ തരൂ, ഞാൻ നിന്നെ നോക്കിക്കോളാം എന്നുള്ള ഒരു സന്ദേശമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. അതുപോലെ നിങ്ങളൊരു യോദ്ധാവിനെ പോലെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും വളരെ ഊർജ്ജസ്വലരായിട്ട് നിർവഹിക്കും എന്നുള്ള ഒരു സന്ദേശം ഇവിടെ ലഭിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ജോലി എന്തു തന്നെയായാലും ആ ഒരു ജോലിയിൽ നിങ്ങൾക്ക് ഈ വരുന്ന ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ജോലികൾ തരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി തരുമ്പോൾ, അതൊരു ഓപ്പർച്യൂണിറ്റി ആയാലും അല്ലെങ്കിൽ ഒരു ചലഞ്ച് ആയാലും നിങ്ങളത് ഏറ്റെടുത്ത് നിങ്ങളുടെ മാക്സിമം എഫേർട്സ് അതിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. മാക്സിമം എഫേർട്സ് കൊടുക്കുകയും അത് വളരെ ഭംഗിയായിട്ട് നിർവഹിക്കുകയും ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. അതുപോലെ തന്നെ ചിലരെങ്കിലും ചില വഴക്കുകളിൽ പെടുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെയുള്ള എന്തെങ്കിലും സിറ്റുവേഷൻസ് ഈ വരുന്ന ദിവസങ്ങളിൽ വന്നാലും, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ എതിർക്കുന്ന ആ ഒരു സിറ്റുവേഷൻസ് വന്നാലും, ഒരുപാട് നാളായിട്ട് നിങ്ങൾ അവരിൽ നിന്നും നേടണം, അല്ലെങ്കിൽ ഈ ഒരു കാര്യം പറയണം എന്നാഗ്രഹിച്ച നിങ്ങളുടെ ഉള്ളിലുള്ള ചില കാര്യങ്ങളൊക്കെ ഈ ഒരു സിറ്റുവേഷൻ ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഈ ഒരു അവസരത്തെ നിങ്ങൾ ഭംഗിയായിട്ട് ഉപയോഗിച്ച് ആ ഒരു കാര്യങ്ങളും പറയുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു അവസരത്തെ നിങ്ങൾ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യും എന്നുള്ള എനർജി കാണുന്നുണ്ട്. വളരെയധികം പവറിൻ്റെ ഒരു എനർജിയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ 10 ഓഫ് സോർട്സ് കാണിക്കുന്നത്, നിങ്ങളിൽ ചില വ്യക്തികൾ പുറമേ വലിയ സ്ട്രോങ് ആണ് എന്ന് കാണിക്കുന്നുണ്ട്, എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ ലോ ആയിട്ടാണ് ഉള്ളത്.
അതായത് റീസെൻ്റ്ലി, അതായത് ഈ അടുത്തായിട്ട് എന്തോ ഒരു വിഷമം നിങ്ങളുടെ മനസ്സിനെ ബാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആരോ ഒരാൾ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഹേർട്ട് ചെയ്തിട്ടുണ്ട്, ബിട്രയൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു എനർജി കാണുന്നുണ്ട്. അതായത് ഈ ഒരു സമയത്ത് ഈ ഒരു എനർജിയിൽ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ആ ഒരു ലോ എനർജിയിലാണ് നിങ്ങൾ ഇരിക്കുന്നത് എന്ന് കാണുന്നു. എന്നാൽ നിങ്ങൾ നിങ്ങളെ കെയർ ചെയ്യുക എന്നുള്ള ഒരു ഗൈഡൻസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. നിങ്ങൾ നിങ്ങളെ കെയർ ചെയ്തില്ലെങ്കിൽ ആര് ചെയ്യാനാണ് വരുന്നത് എന്ന് നിങ്ങളൊന്ന് സ്വയം ചിന്തിച്ച് നോക്കൂ. നിങ്ങളുടെ ജീവിതം എങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടയും വെക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ കെയർ ചെയ്തില്ലെങ്കിൽ മറ്റാരും ഇല്ല നിങ്ങളെ കെയർ ചെയ്യാൻ എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ലോ എനർജിയിൽ തന്നെ ഇരുന്നാൽ എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നല്ലത് സംഭവിക്കുക? അതുകൊണ്ട് പോസിറ്റീവ് ആകാനായിട്ട് നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. ആരൊക്കെ ഈ ഒരു എനർജിയിൽ കൂടെ കടന്നു പോകുന്നു അവരെല്ലാം തന്നെ നല്ലതുപോലെ നിങ്ങളെ തന്നെ കെയർ ചെയ്യുക, നിങ്ങളിൽ നല്ല ശ്രദ്ധ കൊടുക്കുക. നിങ്ങളെ ഒറ്റയ്ക്ക് ആക്കരുത്. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ബിസിയാക്കി വെക്കാനായിട്ട് നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. അതുപോലെ തന്നെ വിഷമം വന്നാൽ ആ ഒരു വിഷമം ഒരു ബുക്ക് എടുത്ത് എങ്ങനെയാണോ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് അതേ രീതിയിൽ നിങ്ങൾ ആ ഒരു ബുക്കിൽ എഴുതുക. അപ്പോൾ എപ്പോഴൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു ലോ ആയിട്ട് ഫീൽ ആകുന്നോ, അല്ലെങ്കിൽ ഒരു ഡിപ്രസ്ഡ് സ്റ്റേജിലോട്ട് നിങ്ങൾ പോകുന്നോ, എപ്പോഴൊക്കെ നിങ്ങളിൽ ആങ്സൈറ്റി ഉണ്ടാകുന്നു, അപ്പോഴെല്ലാം ഈ പറഞ്ഞതുപോലെ ഒരു ബുക്ക് എടുത്ത് നിങ്ങളുടെ മനസ്സിൽ ഏത് രീതിയിലാണോ ആ സങ്കടം വരുന്നത് അതേ രീതിയിൽ നിങ്ങൾ എഴുതുക. അതുപോലെ തന്നെ ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് ചിന്തിച്ച് കൂട്ടേണ്ട ഒരു സമയമല്ല. കാരണം ഇവിടെ പറയുന്നത് നിങ്ങൾ പ്രശ്നങ്ങളെ ഓർത്ത് വല്ലാതെ ടെൻഷൻ അടിക്കുന്ന ഒരുപാട് വ്യക്തികളുടെ, അല്ലെങ്കിൽ സ്ട്രെസ് എടുക്കുന്ന ഒരുപാട് വ്യക്തികളുടെ എനർജി കാണുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ ഏതെങ്കിലുമൊക്കെ ഒരു കാര്യത്തിൽ വിജയം കിട്ടുമോ, ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുമോ, ഇതിൽ നിന്നും ഇപ്പോഴുള്ള ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും പുറത്ത് വരാൻ എനിക്ക് കഴിയുമോ, എൻ്റെ ഫിനാൻഷ്യൽ ബേർഡൻസ് എല്ലാം എന്ന് തീരും, ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ഒരുപാട് വ്യക്തികളെ അങ്ങനെ ഒരു എനർജി കാണുന്നുണ്ട്. വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ചിന്തകൾ ഇന്ന് നിങ്ങളുടെ മനസ്സിൽ കൂടി വരുന്നുണ്ട്, ഇങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഞാൻ പറയുന്നത്, നിങ്ങളിപ്പോൾ ഓവർ തിങ്ക് ചെയ്യേണ്ട ഒരു സമയമല്ല, അല്ലെങ്കിൽ സ്ട്രെസ് എടുക്കേണ്ട സമയമല്ല. നിങ്ങളുടെ ബോഡിക്ക് കൂടെ കുറച്ച് റെസ്റ്റ് കൊടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ എന്ത് തന്നെയായാലും അത് നിങ്ങളുടെ ജീവിതകാലം മൊത്തം നിങ്ങളുടെ കൂടെ ഉണ്ടാവുകയൊന്നുമില്ല. അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ ദൂരെ പോകും. ഇപ്പോഴും നിങ്ങളുടെ ആങ്സൈറ്റിയാണ് നിങ്ങളെ കൂടുതൽ ഓവർ തിങ്ക് ചെയ്യാനായിട്ട് കാരണമാക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളിൽ കൂടുതൽ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതൊരു പക്ഷേ ഫിസിക്കലി തന്നെ നിങ്ങളെ അത് ബാധിച്ചേക്കാം. അതുകൊണ്ട് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ കൂടെ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുക, അതിനുകൂടി പ്രാധാന്യം കൊടുക്കുക. നിങ്ങൾക്ക് ഈ ഒരു ജീവിതത്തിൽ ലഭിച്ച വലിയ അവസരങ്ങൾക്ക് വേണ്ടി മാത്രം, അല്ലെങ്കിൽ വലിയ സന്തോഷങ്ങൾക്ക് വേണ്ടി മാത്രം കാത്തിരിക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ആ ഒരു ചെറിയ സന്തോഷങ്ങളെക്കുറിച്ച് കൂടി ഓർത്ത് നിങ്ങൾ നന്ദിയുള്ളവരാവുക. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും ഒരുപാട് സന്തോഷങ്ങൾ അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ മുൻപിൽ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ ഒരു ചെറിയ സന്തോഷങ്ങളിൽ കൂടി നിങ്ങൾ അതിൽ കൂടി നിങ്ങൾ നന്ദിയുള്ളവരാവേണ്ടത് ആവശ്യമാണ്. അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്, പക്ഷെ അതൊക്കെ നിങ്ങളെ സന്തോഷിപ്പിക്കുന്നില്ല. കാരണം നിങ്ങൾ കാത്തിരിക്കുന്നത് ഒരുപാട് വലിയ കാര്യങ്ങൾക്കാണ്. ഞാനൊരു കാര്യം പറയാം, ഇന്ന് നമുക്ക് ലഭിച്ച ഈ ഒരു ചെറിയ കാര്യങ്ങൾ എന്ന് പറയുന്നത് വേറെ ആരുടെയൊക്കെ സ്വപ്നങ്ങളാണ്. നമുക്ക് ഒരു നേരത്തെ ആഹാരം ലഭിച്ചപ്പോൾ അത് പല ആൾക്കാരുടെയും സ്വപ്നമാണ്. നമുക്ക് ആ ഒരു ആഹാരത്തിനോട് വിലയുണ്ടാവില്ല, കാരണം നമുക്കത് ഡെയിലി ലഭിക്കുന്നുണ്ടല്ലേ. പക്ഷേ എന്നാൽ അങ്ങനെയല്ല, ചില വ്യക്തികൾക്ക് ഒരു നേരത്തെ ആഹാരം പോലും ലഭിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ കഴിക്കാൻ നേരത്ത് നിങ്ങളുടെ പ്ലേറ്റിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ താങ്ക് യു പറയാം. അതായത് എനിക്ക് ഒരു ആഹാരം തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. അങ്ങനെ മാത്രമല്ല പറയാനുള്ളത്, ഈ ഒരു ആഹാരം കൊണ്ട് എനിക്ക് എന്തെല്ലാമാണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുക. ഈ ഒരു ആഹാരം വഴി എനിക്ക് ഊർജ്ജം ലഭിക്കും. അതുപോലെ എൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, ഡെയിലി നടക്കുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള ആ ഒരു എനർജി ലഭിക്കും. എൻ്റെ ശരീരം വളരും. എനിക്ക് എൻ്റെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റും. എൻ്റെ മക്കൾക്ക് പഠിക്കാനുള്ള ഊർജ്ജം ലഭിക്കും. എൻ്റെ മക്കൾ വളരും. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ചെറിയ പ്ലേറ്റ് ഓഫ് ആഹാരത്തിൽ നിന്ന് നമുക്കെല്ലാം ലഭിക്കും. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും, ഇതൊരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രം, ഇതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾ അതിൻ്റെ കാരണം എന്തുകൊണ്ട് ഞാൻ നന്ദി പറയുന്നു എന്നുകൂടെ ഓർത്ത് ആ ഒരു കാരണം കൂടി ചിന്തിച്ചുകൊണ്ട് നന്ദി പറയണം. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല, ഞാൻ എന്ത് നന്ദി പറഞ്ഞു എന്നുള്ളത് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ചെറിയ പ്ലേറ്റ് ഓഫ് ഫുഡിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അല്ലേ.
അപ്പോൾ ഇതിനെല്ലാം നമ്മൾ നന്ദി പറയണം. നമ്മൾ ഒന്നുമില്ല എന്ന് ചിന്തിച്ച് നമ്മുടെ കയ്യിലുള്ളതിനെ കൂടെ നമ്മൾ കളയാതെ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇത്രയും കുഞ്ഞു ബ്ലെസ്സിങ്സ് നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. ആ ഒരു ബ്ലെസ്സിങ്സിൽ നന്ദി പറയുമ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ യഥാർത്ഥത്തിൽ വീണ്ടും വലിയ കാര്യങ്ങളാണ് നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നത്. നമ്മുടെ വലിയ മാനിഫെസ്റ്റേഷൻസ് നടക്കാൻ ഇത് സഹായിക്കും. കുഞ്ഞു കാര്യങ്ങൾക്ക് നമ്മൾ നന്ദി പറയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന വലിയ കാര്യങ്ങൾ, ചിലപ്പോൾ ഒരു വലിയൊരു വീട് വെക്കണം, അല്ലെങ്കിൽ ഒരു കുഞ്ഞു വീട് വെക്കണം, അങ്ങനെയൊക്കെ ആയിരിക്കാം, അതെല്ലാം നടക്കും. കാരണം നമ്മുടെ മൈൻഡ് സെറ്റിൽ ആ ഒരു ഷിഫ്റ്റ് വരുത്തുമ്പോൾ തന്നെ നമ്മളിലുള്ള ഒരുപാട് സ്കേഴ്സിറ്റി എന്ന് പറയുന്ന ആ ഒരു മൈൻഡ് സെറ്റ് മാറി അബണ്ടൻസ് എന്ന് പറയുന്ന ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് പോകും. അപ്പോൾ തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന, അതായത് ഹാർഡ് വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം ഫലം ലഭിക്കും. കാരണം നിങ്ങളിൽ ഒരുപാട് ആൾക്കാർ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ നിങ്ങൾ ദുഃഖിക്കുന്നുണ്ട്, ഞാൻ ഇത്രയൊക്കെ വർക്ക് ചെയ്തിട്ടും എന്തുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നതൊന്നും എനിക്ക് കിട്ടുന്നില്ല. അതിനുള്ള കാരണമെന്ന് പറയുന്നത് നിങ്ങളിൽ പല ആൾക്കാരും നിങ്ങൾക്ക് കിട്ടിയ ചെറിയ ബ്ലെസ്സിങ്സിൽ നിങ്ങൾ നന്ദിയുള്ളവരല്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നന്ദി പറയാൻ ശീലിക്കുക. നന്ദി പറയുക എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ അതിൻ്റെ കാരണങ്ങളും കൂടെ ചിന്തിച്ചിട്ട്, ഞാൻ എന്തിന് നന്ദി പറയുന്നു, ആ ഒരു കാര്യം കൂടെ ചിന്തിച്ചിട്ട് വേണം നിങ്ങൾ നന്ദി പറയേണ്ടത്. അതുപോലെ നിങ്ങളുടെ അടുത്ത് വരുന്ന എല്ലാ വ്യക്തികളും ഒരുപോലെയല്ല, എല്ലാ വ്യക്തികളും വിശ്വാസയോഗ്യരല്ല. അതുകൊണ്ട് ആൾക്കാരെ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ചും 1, 2, 3 പ്രാവശ്യമൊക്കെ ചിന്തിച്ചിട്ട് മാത്രം തിരഞ്ഞെടുക്കുക. എൻ്റെ പുറകിൽ നിന്ന് കുത്തുന്ന ഒരു വ്യക്തിയാകരുത് ഞാൻ സ്നേഹിക്കുന്നത്. എൻ്റെ പുറകിൽ നിന്നും എന്നെക്കുറിച്ച് അനാവശ്യം പറയുന്ന ഒരു വ്യക്തിയെ ആവരുത് ഞാൻ സഹായിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ മനസ്സിൽ വെച്ചുകൊണ്ട് നല്ലൊരു ദിനം നേരുന്നു. സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.